നമ്മുടെ ADGP അജിത് കുമാർ സാറിൻ്റെ ഒരു ടൈമാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ വാർത്തകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. 2 കൂടിക്കാഴ്ചകളുടെ വാർത്ത വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ RSS നേതാവിനെ കാണാൻ പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വ്യവസായിയുടെ പേര് വരുമ്പോഴാണ് അടുത്ത കേരളം ഞെട്ടാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടു. കേരളം ഇപ്പം ഞെട്ടി ഒരു പരുവമായി ഞെട്ടറ്റ് കിടക്കുന്നത് കൊണ്ട് വലിയ ഞെട്ടലൊന്നും ഉണ്ടാവില്ല. കാരണം ഞെട്ടാൻ ഇനി ഞെട്ടൽ ബാക്കിയില്ല. ഇങ്ങനെ ഞെട്ടൽ ബാക്കിയില്ലാതെ ഞെട്ടാനിരിക്കുമ്പോഴാണ് ഒരു കരീം കുനിയ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹം ഒരു ലീഗ് നേതാവാണ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അതങ്ങ് വായിക്കാം. എന്താടാ, പെർമിഷൻ്റെ അപേക്ഷയാണ്. എന്ത് പെർമിഷൻ? കളക്ട്രേറ്റ് മാർച്ച്. ആരുടെ? MSFൻ്റെ. പെർമിഷനൊന്നും കൊടുക്കണ്ട, ഇവറ്റകളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ലടോ. എനിക്കൊപ്പം ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറോടാണ് കൽപ്പന. സാർ, ഞാൻ MSFൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് യൂണിയൻ ചെയർമാൻ കൂടിയാണ്. അതിനെന്താ, താൻ മുസ്ലിം തീവ്രവാദിയല്ലേടോ? സാർ, ഞാൻ മറുപടി പറയാൻ തുനിയുന്നത് കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ കണ്ണിറുക്കി കാണിച്ചു. ആ ഓഫീസറോട് വിശദീകരിച്ചു. സാർ, ശ്രീജിത്ത് സാർ, അതായത് ശ്രീജിത്ത് IPS ഉള്ളപ്പോൾ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ഥിരമായി വരുന്നതാണ്. പ്രശ്നക്കാരനൊന്നുമല്ല. ഒന്ന് കനപ്പിച്ചു മൂളി. രൂക്ഷമായി എന്നെ നോക്കി. എന്തെങ്കിലും വിഷയമുണ്ടായാൽ തന്നെ ഞാൻ ചവിട്ടിക്കൂട്ടി അകത്തിടും, പിന്നെ പുറം ലോകം കാണില്ല. ഞാൻ മറുപടി പറഞ്ഞില്ല. കൂടെ ഉണ്ടായിരുന്ന ആ പോലീസുകാരൻ ഒരിക്കൽ കൂടി ദയനീയമായി എൻ്റെ മുഖത്തേക്ക് നോക്കി. ഇവൻ്റെ കോളേജിലെയും വീട്ടിലെയും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി വെക്കണം. എന്തെങ്കിലും ഉണ്ടായാൽ ഇവൻ്റെ ഉപ്പയെയും ഉമ്മയെയും പൊക്കിയെടുത്ത് അകത്തിടണം. കൽപ്പന മുഴുവൻ പെർമിഷൻ്റെ പേപ്പറുമായി എൻ്റെ കൂടെ നിൽക്കുന്ന പോലീസുകാരനോട്. പിന്നെ എൻ്റെ നേരെ തിരിഞ്ഞു. ഏതാടോ നിൻ്റെ സ്റ്റേഷൻ? ബേക്കൽ. പിന്നെ പോലീസുകാരനോട് അടുത്ത കൽപ്പന. അവിടെ വിളിച്ചു പറയണം, പരിപാടി നടക്കുന്ന ദിവസം ഇവൻ്റെ വീടിൻ്റെ സമീപത്ത് അവരോട് നിൽക്കാൻ പറയണം. എന്നിട്ട് കൊടുത്താൽ മതി. ഷർട്ടിൻ്റെ കൈ ഒന്നുകൂടി മടക്കി വെച്ച് അദ്ദേഹം SP ഓഫീസിൻ്റെ മുന്നിലെ വരാന്തയിൽ നിന്നും താഴേക്ക് പോയി. ആ പോലീസുകാരൻ എൻ്റെ തോളിൽ തട്ടി അനുജനോടെന്ന പോലെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, SP സാർ പറഞ്ഞത് കാര്യമാക്കണ്ട, പുതിയ ആളാണ്. നീ ഈ കാര്യം ചെറുക്കളം സാറിനോടും CT സാറിനോടും ഒന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കേണ്ട. മറുപടി ഒന്നും പറയാതിരുന്ന എന്നെ പിടിച്ചു നിർത്തി. പ്രശ്നമായാൽ അതെനിക്ക് കൂടി പ്രശ്നമാണ്. എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും. ഇങ്ങനൊരു സംഭവം ഇല്ലെന്ന് കള്ളം പറയേണ്ടി വരും. അന്നെൻ്റെ പ്രായം 20-21 വയസ്സ്. പൂർണ്ണ പക്വതയില്ലാത്ത എടുത്തുചാട്ടക്കാരനായ മുകളിൽ ആകാശവും താഴെ ഭൂമിയുമെന്ന് മാത്രം ചിന്തിച്ചിരുന്ന 20 വയസ്സുകാരൻ്റെ മനസ്സിൽ പതിഞ്ഞ ക്രൂരനായ പോലീസ് ഓഫീസർ. 15ാമത്തെ വയസ്സിലാണ് ആദ്യമായി പോലീസ് സ്റ്റേഷൻ കയറുന്നത്, ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ. പിന്നീട് ഇങ്ങോട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനിടെ ജില്ലയിലെ 4ഓളം സ്റ്റേഷനിൽ 17ഓളം കേസുകൾ, ജാമ്യമുള്ളതും ഇല്ലാത്തതും. പോലീസിൻ്റെ വണ്ടിയിൽ നിന്ന് തുടങ്ങി നടയടി കിട്ടിയതും ലോക്കപ്പിൽ നിന്ന് സബ് ജയിലിൽ നിന്ന് പോലും കിട്ടിയ മർദ്ദനങ്ങൾ, ചവിട്ടിക്കൂട്ടലും, പുറം ലോകം കാണാതിരിക്കലും, ഉപ്പയെയും ഉമ്മയും പിടിച്ചകത്തിടലും. മണ്ണപ്പം ചുട്ടുകളിക്കുന്ന കുഞ്ഞാണ് മുന്നിൽ നിൽക്കുന്നതെന്ന ധാരണയിലായിരിക്കും. കണ്ണുരുട്ടിയാൽ നിക്കറിൽ മുള്ളുവെന്ന് തെറ്റിദ്ധരിച്ച പാവം ജില്ലാ പോലീസ് സൂപ്രണ്ട്. കമ്മീഷണർ സിനിമ കണ്ടിട്ടാകാം ഭരത്ചന്ദ്രൻ IPS മാതൃകയിൽ ഡയലോഗ് പറഞ്ഞത്. ആ ഡയലോഗുകളല്ല മനസ്സിൽ ചറിഞ്ഞത്. ഇവറ്റകളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ലടോ, താൻ മുസ്ലിം തീവ്രവാദി അല്ലേടോ എന്നുള്ള അയാളുടെ ഉള്ളിലെ വിഷം പുറത്തിയാടിയപ്പോഴായിരുന്നു. MSFൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്നതോ ജില്ലയിലെ ഏറ്റവും വലിയ ഗവൺമെൻറ് കോളേജിലെ യൂണിയൻ ചെയർമാൻ എന്ന പരിഗണനയൊന്നും വേണ്ടായിരുന്നു. മുന്നിൽ നിൽക്കുന്നത് കൊലപാതക കുറ്റത്തിനോ രാജ്യദ്രോഹത്തിനോ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയോ ആയിരുന്നില്ല. ഒരു മാർച്ച് നടത്താൻ പോലീസ് പെർമിഷന് വേണ്ടിയ അപേക്ഷയുമായി മുന്നിൽ നിൽക്കുന്ന ഒരു അപേക്ഷകൻ. 1300 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജിൽ 150-ൽ താഴെ മാത്രം മുസ്ലിം വിദ്യാർത്ഥികളുള്ള, 120-ൽ താഴെ മാത്രം MSFന് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന, ബാക്കി വരുന്ന 1000-ൽ കൂടുതൽ ഹൈന്ദവ ക്രൈസ്തവ മതവിശ്വാസികളായ വിദ്യാർത്ഥികളുടെ വോട്ട് നേടി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൻ്റെ 45 വർഷത്തെ ചരിത്രത്തിലെ ആദ്യ MSFക്കാരനായ ചെയർമാനായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് തനി മുസ്ലിം വർഗീയവാദിയും തീവ്രവാദിയുമായതുകൊണ്ടായിരുന്നു. തുടർച്ചയായി 2 വട്ടം തിരഞ്ഞെടുത്തത് വിശ്വസിക്കാൻ കൊള്ളാത്തവറ്റകളിൽപ്പെട്ടവനായതുകൊണ്ടായിരുന്നു. ബിൻ ലാദൻ വേൾഡ് സെൻറ്റർ ആക്രമണം നടക്കുന്നതിന് മുമ്പ്, മുസ്ലിം തീവ്രവാദം ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പ്, ഒരു പരിചയവുമില്ലാത്ത വിദ്യാർത്ഥിയായ എൻ്റെ മുഖത്ത് നോക്കി മുസ്ലിം തീവ്രവാദി എന്ന് വിളിച്ച ആ പരമനാറിയായ കാസർഗോഡ് ജില്ലാ സൂപ്രണ്ടിൻ്റെ പേരാണ് MR അജിത് കുമാർ IPS. വ്യക്തിപരമായും അല്ലാതെയും ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ജില്ലയിലെ എത്ര പോലീസ് ഉദ്യോഗസ്ഥർ, സാധാരണ സിവിൽ പോലീസ് ഓഫീസർ മുതൽ ഇന്ന് സ്റ്റേറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ചിലർ വരെ, അവരുടെ പദവിക്ക് മുകളിൽ മാന്യമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തവർ, ഏട്ടനെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടപ്പിറപ്പിനെപ്പോലെ ഇങ്ങോട്ടും സ്നേഹവും കരുതലും തന്നവർ. എത്രയോ പേർ സർവീസിൽ നിന്ന് വിരമിച്ചു, എത്രയോ ആളുകൾ ഇപ്പോഴുമുണ്ട്. എന്നാൽ 2 പതിറ്റാണ്ട് കാലത്തെ വിദ്യാർത്ഥി പൊതുപ്രവർത്തനത്തിനിടയിൽ ഇതുപോലെ ഇത്രമേൽ ഹൃദയത്തിൽ തറച്ചുപോയ ദുരനുഭവം ഉണ്ടായത്
4 5 പോലീസ് ഓഫീസർമാരിൽ നിന്നാണ്. PV അൻവർ MLAക്ക് അദ്ദേഹത്തിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ടാകാം. എന്നിട്ടും കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അടയാളം കൂടിയായ തൃശ്ശൂർ പൂരം കലക്കിയ, പോലീസ് വേഷം കിട്ടിയ പൂരം കലക്കിയ ദാവൂദ് ഇബ്രാഹിമിനെ പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടിയപ്പോൾ TV-ക്ക് മുന്നിലിരുന്ന് അറിയാതെ കൈയടിച്ചു പോയിട്ടുണ്ടെങ്കിൽ 23 കൊല്ലം കഴിഞ്ഞിട്ടും ആ പഴയ കാസർഗോഡ് ജില്ലാ സൂപ്രണ്ട് സമ്മാനിച്ച മുറിവ് മായാത്തത് കൊണ്ടാണ്. കരീം കുനിയ. ഇതാണ് കരീമിൻ്റെ കുറിപ്പ്. ഇതിനപ്പുറത്തൊന്നും പറയാനില്ല. കാരണം എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്, ഞെട്ടിപ്പിക്കുന്നത്. ഇവരൊക്കെയാൽ നയിക്കപ്പെടുന്നിടത്ത് നീതി എങ്ങനെയാണ് നടപ്പിലാവുക എന്ന ഭയം ഓരോ പൗരനും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് PV അൻവർ എന്ന ഒരുപക്ഷെ വായാടിയെന്നും താന്തോന്നിയെന്നും വഴിവിട്ട കച്ചവടക്കാരെന്നുമൊക്കെ മേൽവിലാസം നൽകിയ അയാൾ വന്നിരുന്ന് ഉറക്കെ ചിലത് വിളിച്ചു പറയുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ ഒരുപാട് മനുഷ്യർ ലൈക്കടിക്കുന്നത്, കൈയടിക്കുന്നത്.